ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപയാൽ ലേവ്യ പുസ്തകം എന്ന വിഷയത്തിൻ്റെ 6ാമത്തെ സെക്ഷനിൽ പ്രവേശിക്കാനായിട്ട് ദൈവം നമ്മെ സഹായിച്ച് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്കേവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹം അറിയിക്കുകയാണ്. നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനത്തിന് സഹകരണത്തിന് നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം കഴിഞ്ഞ സെക്ഷനിൽ 15ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യം വരെ നമ്മൾ ചിന്തിപ്പാൻ ഇടയായിത്തീർന്നു. നാം ഈ സെക്ഷനിൽ 16ാം അധ്യായത്തിൻ്റെ 1ാമത്തെ വാക്യം നമ്മൾ ചിന്ത തുടരുകയാണ്. 16ാം അധ്യായത്തിൻ്റെ മുഖ്യ പ്രതിവാദി വിഷയം എന്നുള്ളത് പാപപരിഹാര ദിനം എന്നുള്ള വിഷയത്തിൽ ബന്ധത്തിലാണ്. അതുകൊണ്ട് നമുക്ക് ശ്രദ്ധ കൊണ്ടുവരാം. അഹ്റോന്റെ 2 പുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ അടുത്ത് ചെന്നിട്ട് മരിച്ച ശേഷം യഹോവ മോശയുടെ അരുളി ചെയ്തെന്നാൽ, കൃപാസനത്തിന് മീതെ മേഘത്തിൽ ഞാൻ വെളിപ്പെടുന്നത് കൊണ്ട് എൻ്റെ സഹോദരനായ അഹ്റോൻ മരിക്കാതിരിക്കേണ്ടതിന് വിശുദ്ധ മന്ദിരത്തിൽ തിരശ്ശീലയ്ക്കകത്ത് പെട്ടകത്തിന്മേലുള്ള കൃപാസനത്തിന് മുമ്പിൽ എല്ലാ സമയത്തും വരരുത് എന്നവനോട് പറയണം. പാപയാഗത്തിനൊരു കാളക്കിടാവിനോടും ഹോമയാഗത്തിനൊരു ആട്ടുകൊറ്റനോടും കൂടെ അഹ്റോൻ വിശുദ്ധ മന്ദിരത്തിൽ കടക്കണം. പഞ്ഞുനൂൽ കൊണ്ടുള്ള വിശുദ്ധമായ അങ്കി ധരിച്ച് ദേഹത്തിൽ പഞ്ഞുനൂൽ കൊണ്ടുള്ള കാൽച്ചട്ട ഇട്ട് പഞ്ഞുനൂൽ കൊണ്ടുള്ള നടുക്കെട്ട് കെട്ടി പഞ്ഞുനൂൽ കൊണ്ടുള്ള മുടിയും വയ്ക്കണം. ഇവ വിശുദ്ധ വസ്ത്രമാകിയാൽ അവൻ ദേഹം വെള്ളത്തിൽ കഴുകിയിട്ട് അവയെ ധരിക്കണം. അവൻ ഇസ്രായേൽ മക്കളുടെ സഭയുടെ പക്കൽ നിന്ന് പാപയാഗത്തിന് 2 കോലാട്ടുകൊറ്റനെയും ഹോമയാഗത്തിന് 1 ആട്ടുകൊറ്റനെയും വാങ്ങണം. തനിക്ക് വേണ്ടിയുള്ള പാപയാഗത്തിൻ്റെ കാളയെ അഹ്റോൻ അർപ്പിച്ച് തനിക്കും കുടുംബത്തിനും വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. അവൻ ആ 2 കോലാട്ടുകൊറ്റനെ കൊണ്ടുവന്ന് സമാഗമന കൂടാരത്തിൻ്റെ വാതിക്കൽ യഹോവയുടെ സന്നിധിയിൽ നിർത്തണം. പിന്നെ അഹ്റോൻ യഹോവയ്ക്ക് എന്നൊരു ചീട്ടും അസസേലിന് മറ്റൊരു ചീട്ടും, ഇങ്ങനെ 2 കോലാട്ടുകൊറ്റനെയും ചീട്ടിടണം. യഹോവയ്ക്കുള്ള ചീട്ട് വീണ കോലാട്ടുകൊറ്റനെ അഹ്റോൻ കൊണ്ടുവന്ന് പാപയാഗമായി അർപ്പിക്കണം. അസസേലിന് ചീട്ട് വീണ കോലാട്ടുകൊറ്റനെയോ അതിനാൽ പ്രായശ്ചിത്തം കഴിക്കേണ്ടതിന് അതിനെ അസസേലിന് മരുഭൂമിയിലേക്ക് വിട്ടയക്കേണ്ടതിനുമായി യഹോവയുടെ സന്നിധിയിൽ ജീവനോടെ നിർത്തണം. പിന്നെ തനിക്ക് വേണ്ടിയുള്ള പാപയാഗത്തിൻ്റെ കാളയെ അഹ്റോൻ അർപ്പിച്ച് തനിക്കും കുടുംബത്തിനും വേണ്ടി പ്രായശ്ചിത്തം കഴിച്ച് തനിക്ക് വേണ്ടിയുള്ള പാപയാഗത്തിൻ്റെ കാളയെ അറുക്കണം. അവൻ യഹോവയുടെ സന്നിധിയിൽ യാഗപീഠത്തിന്മേലുള്ള തീക്കനൽ ഒരു കലശത്തിൽ നിറച്ച് സൗരഭ്യമുള്ള ധൂപവർഗ ചൂർണം കൈ നിറയെ എടുത്ത് തിരശ്ശീലയ്ക്ക് അകത്ത് കൊണ്ടുവരണം. താൻ മരിക്കാതിരിക്കണതിന് ധൂപത്തിൻ്റെ മേഘം സാക്ഷ്യത്തിനുള്ള കൃപാസനത്തെ മറപ്പാൻ തക്കവണ്ണം അവൻ യഹോവയുടെ സന്നിധിയിൽ ധൂപവർഗം തീയിൽ ഇടണം. അവൻ കാളയുടെ രക്തം കുറെ എടുത്ത് വിരൽ കൊണ്ട് കിഴക്കോട്ട് കൃപാസനത്തിന് മേൽ തളിക്കണം. അവൻ രക്തം കുറെ തൻ്റെ വിരൽ കൊണ്ട് കൃപാസനത്തിന് മുമ്പിലും 7 പ്രാവശ്യം തളിക്കണം. പിന്നെ അവൻ ജനത്തിനു വേണ്ടിയുള്ള പാപയാഗത്തിൻ്റെ കുലാട്ടുകൊറ്റനെ അറുത്ത് രക്തം തിരശ്ശീലയ്ക്കകത്ത് കൊണ്ടുവന്ന് കാളയുടെ രക്തം കൊണ്ട് ചെയ്തതുപോലെ ഇതിൻ്റെ രക്തം കൊണ്ടും ചെയ്ത് അതിനെ കൃപാസനത്തിന് മേലും കൃപാസനത്തിന് മുമ്പിലും തളിക്കണം. ഇസ്രായേൽ മക്കളുടെ അശുദ്ധികൾ നിമിത്തവും അവരുടെ സകല പാപവുമായ ലംഘനങ്ങൾ നിമിത്തവും അവൻ വിശുദ്ധ മന്ദിരത്തിന് പ്രായശ്ചിത്തം കഴിക്കണം. അവരുടെ അശുദ്ധിയുടെ നടുവിലിരിക്കുന്ന സമാഗമന കൂടാരത്തിനും അവൻ അങ്ങനെ ചെയ്യണം. അവൻ വിശുദ്ധ മന്ദിരത്തിൽ പ്രായശ്ചിത്തം കഴിപ്പാൻ കടന്നിട്ട് പുറത്തു വരുന്നവരെ സമാഗമന കൂടാരത്തിൽ ആരും ഉണ്ടായിരിക്കരുത്. ഇങ്ങനെ അവൻ തനിക്കും കുടുംബത്തിനു വേണ്ടി ഇസ്രായേലിൻ്റെ സർവ്വസഭയ്ക്കും വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. പിന്നെ അവൻ യഹോവയുടെ സന്നിധിയിലുള്ള യാഗപീഠത്തിങ്കൽ ചെന്ന് അതിനെ പ്രായശ്ചിത്തം കഴിക്കണം. കാളയുടെ രക്തവും കുലാട്ടുകൊറ്റൻ്റെ രക്തവും കുറേശ്ശെ എടുത്ത് പീഠത്തിൻ്റെ കൊമ്പുകളിൽ ചുറ്റും പുരട്ടണം. അവൻ രക്തം കുറേ വിരൽ കൊണ്ട് 7 പ്രാവശ്യം അതിന്മേൽ തളിച്ച് ഇസ്രായേൽ മക്കളുടെ അശുദ്ധികളെ നീക്കി വെടിപ്പാക്കി ശുദ്ധീകരിക്കണം. അവൻ വിശുദ്ധ മന്ദിരത്തിനും സമാഗമന കൂടാരത്തിനും യാഗപീഠത്തിനും ഇങ്ങനെ പ്രായശ്ചിത്തം കഴിച്ച് തീർന്ന ശേഷം ഇവനോട് ഇരിക്കുന്ന കൊലാട്ടുകൊറ്റനെ കൊണ്ടുവരണം. ഇവനോട് ഇരിക്കുന്ന കൊലാട്ടുകൊറ്റൻ്റെ തലയിൽ അഹ്റോൻ കൈ 2 വെച്ച് ഇസ്രായേൽ മക്കളുടെ എല്ലാ കുറ്റങ്ങളും സകല പാപങ്ങളുമായ ലംഘനങ്ങളൊക്കെയും ഏറ്റുപറഞ്ഞ് കൊലാട്ടുകൊറ്റൻ്റെ തലയിൽ ചുമത്തി നിയമിക്കപ്പെട്ട ഒരാളുടെ കൈവശം അതിനെ മരുഭൂമിയിലേക്ക് അയക്കണം. കൊലാട്ടുകൊറ്റൻ അവരുടെ കുറ്റങ്ങളൊക്കെയും ശൂന്യപ്രദേശത്തേക്ക് ചുമന്നുകൊണ്ട് പോകണം. അവൻ കൊലാട്ടുകൊറ്റനെ മരുഭൂമിയിൽ വിടണം. പിന്നെ അഹ്റോൻ സമാഗമന കൂടാരത്തിൽ വന്ന് വിശുദ്ധ മന്ദിരത്തിൽ കടന്നപ്പോൾ ധരിച്ചിരുന്ന പഞ്ഞുനൂൽ വസ്ത്രം നീക്കി അവിടെ വെച്ചേക്കണം. അവൻ ഒരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് വെള്ളം കൊണ്ട് ദേഹം കഴുകി സ്വന്തം വസ്ത്രം ധരിച്ച് പുറത്തു വന്ന് ഹോമയാഗവും ജനത്തിൻ്റെ ഹോമയാഗവും അർപ്പിച്ച് തനിക്കും ജനത്തിനും വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. ഇവിടെ
യാഗം കഴിപ്പിക്കണം. മഹാപുരോഹിതൻ തനിക്ക് വേണ്ടി ആദ്യം യാഗം കഴിക്കണം, തൻ്റെ പാവങ്ങൾക്ക് വേണ്ടി, പിന്നെ താൻ ജനങ്ങൾക്ക് വേണ്ടി പാവയാഗം കഴിക്കാൻ വരുന്നത്. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ടതിനാൽ നമ്മൾ ഇതിൽ നിന്നൊക്കെ ഒഴിവുള്ളവരായി തീർന്നു. വിശ്വാസാൽ രക്ഷ പ്രാപിക്കാം, വിശ്വാസാൽ പാപമോചനം പ്രാപിക്കാം. കർത്താവ് നമുക്ക് അവസരം തന്നിരിക്കുകയാണ്. പഴയ നിയമം പഠിക്കുമ്പോൾ ഇസ്രായേൽ ജനതയെ സംബന്ധിച്ചിടത്തോളം പാപക്ഷമയ്ക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമായിരുന്നു, അത് ഓരോ വർഷം ചെയ്യേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ ഒരു നിരന്തരമായ ഈ പ്രക്രിയ തുറന്നുകൊണ്ടിരിക്കുക. എന്നാൽ ഒരുവൻ്റെ ഏകയാഗത്താൽ എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് നമുക്ക് സാധിച്ചെന്ന് കൃപകളെ ഓർത്ത് ഞാൻ ഇത് സ്തുതിക്കുകയാണ്. അടുത്തത്, അവൻ പാപയാഗത്തിൻ്റെ മേധസ് യാഗപീഠത്തിൽ ദഹിപ്പിക്കണം. ആട്ടുകൊറ്റനെ അസസ്സേലിന് കൊണ്ടുപോയി വിട്ടവൻ വസ്ത്രം അലക്കി ദേഹം വെള്ളത്തിൽ കഴുകിയിട്ട് മാത്രമേ പാളയത്തിൽ വരാവൂ. വിശുദ്ധ മന്ദിരത്തിൽ പ്രായശ്ചിത്തം കഴിക്കണമെന്ന് രക്തം കൊണ്ടുപോയ പാവയാഗത്തിൻ്റെ കാളയെയും കോലാട്ടുകൊറ്റനെയും പാളയത്തിന് പുറത്ത് കൊണ്ടുപോകണം. അവിടെ തോലും മാംസവും ചാണകവും തീയിലിട്ട് ചുട്ടുകളയണം. അവയെ ചുട്ടുകളഞ്ഞവൻ വസ്ത്രം അലക്കി ദേഹം വെള്ളത്തിൽ കഴുകിയിട്ട് മാത്രമേ പാളയത്തിൽ വരാവൂ. ഇത് നിങ്ങൾക്ക് എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. 7-ാം മാസം 10-ാം തീയതി നിങ്ങൾ ആത്മദമനം ചെയ്യണം. സ്വദേശിയും നിങ്ങളുടെ ഇടയിൽ പറക്കുന്ന പരദേശിയും യാതൊരു വേലയും ചെയ്യരുത്. ആ ദിവസത്തിലല്ലോ യഹോവയുടെ സന്നിധിയിൽ നിങ്ങളെ ശുദ്ധീകരിക്കണമെന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കുകയും നിങ്ങളുടെ സകല പാപങ്ങളും നീക്കി നിങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് വിശുദ്ധ സ്വസ്ഥതയുള്ള ശബത്തായിരിക്കണം. നിങ്ങൾ ആത്മദമനം ചെയ്യണം. അത് നിങ്ങൾക്ക് എന്നേക്കുമുള്ള ചട്ടമാകുന്നു. അപ്പന് പകരം പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ അഭിഷേകം പ്രാപിക്കുകയും പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്ത പുരോഹിതൻ തന്നെ പ്രായശ്ചിത്തം കഴിക്കണം. അവൻ വിശുദ്ധ വസ്ത്രമായ പഞ്ഞിനൂൽ വസ്ത്രം ധരിച്ച് വിശുദ്ധ മന്ദിരത്തിന് പ്രായശ്ചിത്തം കഴിക്കണം. സമാഗമന കൂടാരത്തിനും യാഗപീഠത്തിനും പ്രായശ്ചിത്തം കഴിക്കണം. പുരോഹിതന്മാർക്കും സഭയിലെ സകലജനത്തിനും വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. സംവത്സരത്തിൽ ഒരിക്കൽ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി അവരുടെ സകല പാപങ്ങൾക്കായിട്ടും പ്രായശ്ചിത്തം കഴിക്കണം. സകല പാപങ്ങൾ പ്രായശ്ചിത്തം കഴിക്കണം. ഇത് നിങ്ങൾക്ക് എന്നേക്കുമുള്ള ചട്ടമായിരിക്കണമെന്ന് യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അവൻ ചെയ്തു. അവരുടെ ജീവിതത്തിലെ സകലർക്കും വേണ്ടിയുള്ളതായ ഒരു പാപപരിഹാര ദിനം ഒരുക്കുകയാണ്. അത് അവരെ കലണ്ടർ പ്രകാരം എന്നാണത് 7-ാം മാസം 10-ാം തീയതി. കർത്താവ് നമുക്ക് യാഗമായി തീർന്നതുകൊണ്ട് ആണ് വിശ്വസിച്ച രക്ഷകരായി പങ്കെടുത്ത ഭാഗ്യം നിന്നതുകൊണ്ട് നിത്യം സ്തുതിക്കുകയാണ്. നമുക്ക് 17-ാം അധ്യായത്തിലേക്ക് പോകാം. 17-ാം അധ്യായത്തിലെ പ്രതിവാദി വിഷയം എന്നുള്ളത് ഈ യാഗങ്ങളെക്കുറിച്ചുള്ളതായ നിയമങ്ങളാണ്. യഹോവ പിന്നെയും മോശയോട് അരുളിച്ചത്, നീ അഹരോനോടും പുത്രന്മാരോടും എല്ലാ ഇസ്രായേൽ മക്കളോടും പറയേണ്ടതെന്നാൽ യഹോവ കൽപ്പിച്ച കാര്യം ആവിത്. ഇസ്രായേൽ ഗൃഹത്തിൽ ആരെങ്കിലും കാളയെയോ ആട്ടിൻകുട്ടിയെയോ കൊലാടിനെയോ പാളയത്തിൽ വെച്ചെങ്കിലും പാളയത്തിന് പുറത്ത് വെച്ചെങ്കിലും അർക്കുകയോ അതിൻ്റെ യഹോവയുടെ കൂടാരത്തിന് മുമ്പിൽ യഹോവയ്ക്ക് വഴിപാടായി അർപ്പിക്കണതിന് സമാഗമന കൂടാരത്തിൻ്റെ വാതിക്കൽ കൊണ്ടുവരാതിരിക്കുകയും ചെയ്താൽ അത് അവനെ രക്തപാതകമായി എണ്ണയണം. അവൻ രക്തം ചൊരിയിച്ചു. ആ മനുഷ്യനെ അവൻ്റെ ജനത്തെ നടുവിൽ നിന്ന് ഛേദിച്ചു കളയണം. ഇസ്രായേൽ മക്കൾ വെളിമ്പ്രദേശത്ത് വെച്ച് അർപ്പിച്ചു വരുന്ന യാഗങ്ങളെ യഹോവയ്ക്ക് സമാധാന യാഗങ്ങളെ അർപ്പിക്കണതിന് സമാഗമന കൂടാരത്തിൻ്റെ വാതിക്കൽ പുരോഹിതന്റെ അടുക്കൽ യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവരേണ്ടതാകുന്നു. പുരോഹിതൻ അവയുടെ രക്തം സമാഗമന കൂടാരത്തിൻ്റെ വാതിക്കൽ യഹോവയുടെ യാഗപീഠത്തിൽ തെളിച്ച് മേധസ് യഹോവയ്ക്ക് സ്വരപവിവാസനയെ ദഹിപ്പിക്കണം. അവർ പരസംഗമായി പിന്തുടരുന്ന ഭൂതങ്ങൾക്ക് തങ്ങളുടെ ബലികൾ അർപ്പിക്കരുത്. ഇത് തലമുറയായി അവർക്ക് എന്നേക്കുമുള്ള ചട്ടമായിരിക്കും. ദൈവത്തെ വിട്ട് മറ്റേതിനെ സേവിച്ചാലും അതിന് ബലി അർപ്പിച്ചാൽ അതെല്ലാം ദൈവസന്നിധിയിൽ തെറ്റായിരിക്കുമെന്നുള്ള വ്യക്തമായ ദൈവാത്മാ പറയുക. നമ്മളെല്ലാം സൂക്ഷിക്കേണ്ട കാര്യമാണ്. ദൈവപ്രമാണം ലഭിച്ച പ്രിയപ്പെട്ടവർ ദൈവത്തെ വിട്ട് മറ്റൊന്നിനെ പുറകെ പോകുവാനോ അതിനെ സേവിക്കുവാനോ അതിനോട് ബലിയർപ്പിക്കാനോ പാടില്ല എന്നുള്ള വ്യക്തമായി ഇതിൽ പരിശുദ്ധാത്മാവ് തിരുവനന്തപുരം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് നമ്മളും സൂക്ഷിക്കേണ്ട പ്രമാണമാണ്. നീ അവരോട് പറയേണ്ടത് എന്തെന്നാൽ സ്വഗ്രഹത്തിലോ നിങ്ങളുടെ ഇടയിൽ പറക്കുന്ന പ്രദേശങ്ങളിലോ ആരെങ്കിലും
ഹോമയാഗമോ ദഹനയാഗമോ അർപ്പിക്കുകയും അത് യഹോവയ്ക്ക് അർപ്പിക്കേണ്ടതിന് സമാഗമന കൂടാരത്തിൻ്റെ വാതിക്കൽ വരാതിരിക്കുകയും ചെയ്താൽ അവനെ അവൻ്റെ ജനത്തിൻ്റെ നിന്ന് ചതിച്ചു കളയണം. സ്വഗൃഹത്തിലോ നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശികളിലോ ആരെങ്കിലും വല്ല രക്തവും ഭക്ഷിച്ചാൽ രക്തം ഭക്ഷിച്ചവൻ്റെ നേരെ ഞാൻ ദൃഷ്ടി വെച്ച് അവനെ അവൻ്റെ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ചതിച്ചു കളയും. മാംസത്തിൻ്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്. യാഗപീഠത്തിന്മേൽ നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ അത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. രക്തമല്ലോ ജീവൻ മൂലമായി പ്രായശ്ചിത്തമാകുന്നത്. അതുകൊണ്ട് അത്രേ നിങ്ങളിൽ യാതൊരുത്തിനും രക്തം ഭക്ഷിക്കരുത്. നിങ്ങളുടെ ഇടയിൽ പറഞ്ഞ പരദേശിയും രക്തം ഭക്ഷിക്കരുതെന്ന് ഞാൻ ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ചത്. ഇസ്രായേൽ മക്കളിലോ നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പ്രദേശങ്ങളിലോ ആരെങ്കിലും തിന്നാകുന്ന ഒരു മൃഗത്തെയോ പക്ഷിയെയോ വേട്ടയാടി പിടിച്ചാൽ നമ്മൾ അതിൻ്റെ രക്തം കളഞ്ഞ് മണ്ണിട്ട് മൂടണം. സകല ജഡത്തിൻ്റെയും ജീവൻ അതിൻ്റെ ജീവാധാരമായ രക്തം തന്നെ. അതുകൊണ്ട് അത്രേ ഞാൻ ഇസ്രായേൽ മക്കളുടെ യാതൊരു ജഡത്തിൻ്റെ രക്തവും നിങ്ങൾ ഭക്ഷിക്കരുതെന്ന് കൽപ്പിച്ചത്. സകല ജഡത്തിൻ്റെയും ജീവൻ രക്തമല്ലോ, അത് ഭക്ഷിക്കുന്നവനെയെല്ലാം ചതിച്ചു കളയണം. താനെ ചത്തതിനെയോ പറിച്ചു കീറിപ്പോയതിനെയോ തിന്നുന്നതിനൊക്കെയും സ്വദേശിയായാലും പരദേശിയായാലും വസ്ത്രം അലക്കി വെള്ളത്തിൽ കുളിക്കുകയും സന്ധ്യ വരെ അശുദ്ധനായിരിക്കുകയും വേണം. പിന്നെ അവൻ ശുദ്ധിയുള്ളവനാകും. വസ്ത്രം അലക്കാതെയും ദേഹം കഴുകാതെയും ഇരുന്നാൽ അവൻ കുറ്റം വഹിക്കണം. നമ്മൾ വീണ്ടും 18-ാം അധ്യായത്തിൽ പ്രവേശിക്കുകയാണ്. 18-ാം അധ്യായത്തിലെ പ്രധാന പ്രതിരോധ വിഷയം എന്നുള്ളത് വ്യക്തിപരമായ പെരുമാറ്റ നിയമങ്ങളാണ്. അവൻ കുടുംബത്തിൽ സമൂഹത്തിൽ എപ്രകാരം കാര്യങ്ങൾ നിർദ്ദേശം കൊടുക്കുകയാണ്. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്ത് നീ ഇസ്രായേൽ മക്കളോട് പറയുന്നതെന്നാൽ ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. നിങ്ങൾ പാർത്തിരുന്ന മിസ്രൈം ദേശത്തിലെ നടപ്പ് പോലെ നിങ്ങൾ നടക്കരുത്. അപ്പോൾ പണ്ട് അവർക്കൊരു പാരമ്പര്യമുണ്ടായിരുന്നു. ആ പാരമ്പര്യത്തെ എല്ലാവരും ഫോളോ ചെയ്യേണ്ടത് എന്ന് പറയുകയാണ്. മിസ്രൈമിലെ പല ആചാരങ്ങളുണ്ടായിരുന്നു, മിസ്രൈമിലെ പല അനുഷ്ഠാനങ്ങളുണ്ടായിരുന്നു. എന്നാൽ അതുപോലെ ആകരുത് വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവജനമെന്ന് ദൈവം അവർക്കൊരു പ്രമാണം കൊടുക്കുകയാണ്. ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന കനാൻ ദേശത്തിലെ നടപ്പ് പോലെയുമാകരുത്. നിങ്ങൾ ചെല്ലുന്നിടത്ത് അവർക്ക് വേറൊരു ആചാരം ഉണ്ടായിരിക്കാം, അല്ലേ? വിട്ടുപോകുന്നിടത്ത് ഒരു ആചാരം ഉണ്ടായിരുന്നു, ചെന്ന് കയറുന്നിടത്ത് വേറൊരു ആചാരം ഉണ്ടാക്കാം. ഇത് രണ്ടിനെയും പിൻപറ്റാതെ ദൈവം കൊടുക്കുന്ന പ്രമാണത്തിനനുസരിച്ച് മുന്നോട്ട് പോകണമെന്നാണ് ദൈവം പറയുന്നത്. നമുക്കറിയാം, പല ദൈവമക്കളും ഇവിടെ നിന്നൊക്കെ വിദേശത്തൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ദൈവമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവം ഉണ്ടാകാറുണ്ട്. അവിടുത്തെ കൾച്ചറുമായി ഇടപഴകി പിന്നെ അവരിൽ ഒരാളെ ജീവിക്കാൻ അവർ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ സംഭവിക്കരുത് എന്നാണ് ദൈവം നമ്മൾ മുന്നറിയിപ്പ് തരുന്നത്. കനാദേശം നടപ്പൂലിമാരുത്, അവരെ മര്യാദ ആചരിക്കരുത്. എൻ്റെ വിധികളെ അനുസരിച്ച് ദൈവം പ്രത്യേകം നീ എവിടെയായിരുന്നാലും എൻ്റെ വിധികളെ പ്രമാണിച്ച് എൻ്റെ വിധികളെ അനുസരിച്ച് എൻ്റെ ചട്ടങ്ങളെ പ്രമാണിച്ച് നടക്കണം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ആകയാൽ എൻ്റെ ചട്ടങ്ങളും ന്യായങ്ങളും നിങ്ങൾ പ്രമാണിക്കണം. അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും. ഞാൻ യഹോവയാകുന്നു. അപ്പോൾ ഒരു ദൈവത്തിൽ എവിടെയായിരുന്നാലും നമ്മളത് ഇസ്രായേലിന് കൊടുത്ത കൽപ്പന പ്രകാരം നമ്മൾ പഠിച്ചു പോകുന്നത് തന്നെയും ഇസ്രായേൽ ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവൻ ലോകത്തിൻ്റെ ഏത് മൂലയിലായിരുന്നാലും അവന് അവൻ്റേതായ ഒരു ആരാധനാക്രമമുണ്ട്, അവൻ്റേതായ ജീവിത രീതികളുണ്ട്. നമുക്കറിയാം, യഹൂദന്മാരുടെ പീഡയുടെ സമയത്ത് ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും ചിതറി ഓടിപ്പോയിട്ടുണ്ട്. അങ്ങനെ അവർ ഇന്ത്യയിലും വന്ന് താമസിച്ചിരുന്നു, നമ്മുടെ കൊച്ചിയിൽ വന്ന് താമസിച്ചിരുന്നു, കൊടുങ്ങല്ലൂർ താമസിച്ചിരുന്നു. നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ അവരവിടെയൊക്കെ ആയിരിക്കുമ്പോഴും അവരുടെ ആരാധനാക്രമവും അവരുടെ ജീവിത രീതികളും അവർ പിൻപറ്റിയിരുന്നു. ഇന്ത്യയിൽ വന്ന് ഇന്ത്യയുടെ സംസ്കാരത്തിൽ ജീവിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ആചാരാനുഷ്ഠാനങ്ങളിലേക്ക് ഒരു വഴിവിട്ട് പോയില്ല. നമുക്കറിയാം, കൊച്ചിയിൽ അവരുടെ ആരാധനാലയമൊക്കെ ഉണ്ട്, അല്ലേ? അപ്പോൾ യഹൂദിൻ്റെ പ്രമാണമാണിത്. നീ എവിടെ ചെന്നാലും ഞാൻ ഇവിടെ കൽപ്പിച്ചത് അനുസരിച്ച് ജീവിക്കണം. നിങ്ങളിൽ ആരും തനിക്ക് രക്തസംബന്ധമുള്ള യാതൊരുത്തിനോടും രക്തത അനാവതമാക്കുവാൻ തക്കവണ്ണം അവരോട് അടുക്കരുത്.
ഞാൻ യഹോവയാകുന്നു, നിൻ്റെ അപ്പൻ്റെ നഗ്നതയും അമ്മയുടെ നഗ്നതയും അനാവൃതമാക്കരുത്. അവൾ നിൻ്റെ അമ്മയാകുന്നു, അവളുടെ നഗ്നത അനാവൃതമാക്കരുത്. അപ്പൻ്റെ ഭാര്യയുടെ നഗ്നത അനാവൃതമാക്കരുത്. അത് നിൻ്റെ അപ്പൻ്റെ നഗ്നതയല്ലോ. അപ്പൻ്റെ മകളോ അമ്മയുടെ മകളോ അത് നിൻ്റെ സഹോദരിയുടെ നഗ്നത അനാവൃതമാക്കരുത്. വീട്ടിൽ ജനിച്ചവരായാലും പുറമേ ജനിച്ചവരായാലും അവരുടെ നഗ്നത അനാവൃതമാക്കരുത്. നിൻ്റെ മകൻ്റെ മകളുടെ നഗ്നതയോ മകളുടെ മകളുടെ നഗ്നതയോ അനാവൃതമാക്കരുത്. അവരുടെ നഗ്നത നിൻ്റേത് തന്നെയല്ലയോ. നിൻ്റെ അപ്പനും ജനിച്ചോളും അവൻ്റെ ഭാര്യയുടെ മകളുമായുള്ള നഗ്നത അനാവൃതമാക്കരുത്. അവൾ നിൻ്റെ സഹോദരിയല്ലോ. അപ്പൻ്റെ സഹോദരിയുടെ നഗ്നത അനാവൃതമാക്കരുത്. അവൾ അപ്പൻ്റെ അടുത്ത ചാർച്ചക്കാരത്തിയല്ലോ. അമ്മയുടെ സഹോദരിയുടെ നഗ്നത അനാവൃതമാക്കരുത്. അവൾ നിൻ്റെ അമ്മയുടെ അടുത്ത ചാർച്ചക്കാരത്തിയല്ലയോ. അപ്പൻ്റെ സഹോദരൻ്റെ നഗ്നത അനാവൃതമാക്കരുത്. അവൻ്റെ ഭാര്യയുടെ അടുക്കുകയും അരുത്. അവൾ നിൻ്റെ ഇളയമ്മയല്ലയോ. നിൻ്റെ മരുമകളുടെ നഗ്നത അനാവൃതമാക്കരുത്. അവൾ നിൻ്റെ മകൻ്റെ ഭാര്യയല്ലോ. അവളുടെ നഗ്നത അനാവൃതമാക്കരുത്. സഹോദരൻ്റെ ഭാര്യയുടെ നഗ്നത അനാവൃതമാക്കരുത്. അതിൻ്റെ സഹോദരൻ്റെ നഗ്നതയല്ലോ. സ്ത്രീയുടെയും അവളുടെ മകളുടെയും നഗ്നത അനാവൃതമാക്കരുത്. അവളുടെ മകൻ്റെയോ മകളുടെ നഗ്നത അനാവൃതമാക്കരുത്. അനാവൃതമാക്കുമാർ അവളെ പരിഹരിക്കരുത്. ഒരിടത്ത് ചർച്ചക്കാരല്ലോ. ദുഷ്കർമ്മം. ഭാര്യ ജീവനോടിരിക്കുമ്പോൾ അവളെ ദുഃഖിപ്പിക്കാൻ അവളുടെ സഹോദരിയുടെ നഗ്നത അനാവൃതമാക്കരുത്. അവളെ കൂടെ പരിഗ്രഹിക്കരുത്. ഒരു സ്ത്രീ ഋതു നിമിത്തം അശുദ്ധമായിരിക്കുമ്പോൾ അവളുടെ നഗ്നത അനാവൃതമാക്കുമാറ് അവളോട് അടുക്കരുത്. കൂട്ടുകാരുടെ ഭാര്യയോടുകൂടെ ശയിച്ച് അവളെ കൊണ്ട് നിന്നെ അശുദ്ധനാക്കരുത്. എൻ്റെ സന്തതിയിൽ ഒന്നിനെയും മേലാക്കിന് അർപ്പിച്ച് ദൈവനാമത്തെ അശുദ്ധമാക്കരുത്. ഞാൻ യഹോവയാകുന്നു. സ്ത്രീയോട് എന്നപോലെ പുരുഷനോടും കൂടെ ശയിക്കരുത്. അത് മ്ലേച്ഛത. യാതൊരു മൃഗത്തോടും കൂടെ ശയിച്ച് അതിനാൽ നിന്നെ അശുദ്ധനാക്കരുത്. യാതൊരു സ്ത്രീയും ഒരു മൃഗത്തോടുകൂടെ ശയിക്കേണ്ടതിന് അതിൻ്റെ മുമ്പിൽ നിൽക്കരുത്. അത് നികൃഷ്ടം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഉള്ള ഒരുപാട് പ്രവണതകളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് വിലക്കിയിരുന്നു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പ്രാധാന്യം. കാലഘട്ടം പുരോഗമിച്ച് വന്നപ്പോൾ പല നിലകളിലുള്ളതായ നിയമങ്ങളൊക്കെ പാസ്സാക്കി തുടങ്ങി. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പേ, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതെല്ലാം വിലക്കിയിരുന്നു. മനസ്സിലാക്കുക. ഇവയിൽ ഒന്നുകൊണ്ടും നിങ്ങളെ തന്നെ അശുദ്ധരാക്കരുത്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നീക്കിക്കളയുന്ന ജാതികൾ ഇവയൊക്കെയും നിങ്ങളെ തന്നെ അശുദ്ധരാക്കിയിരിക്കുന്നു. ദേശവും അശുദ്ധമായി തീർന്നു. അതുകൊണ്ട് ഞാൻ അതിൻ്റെ അകൃത്യം അതിന്മേൽ സന്ദർശിക്കുന്നു. ദേശം തൻ്റെ നിവാസികളെ ഛേദിച്ചു കളയുന്നു. ഈ മ്ലേച്ഛതയൊക്കെയും നിങ്ങൾക്ക് മുമ്പേ ആ ദേശത്തുണ്ടായിരുന്ന മനുഷ്യർ ചെയ്തു. ദേശം അശുദ്ധമായി തീർന്നു. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന ജാതികളെ ദേശം ഛർദ്ദിച്ചു കളഞ്ഞ പോലെ നിങ്ങൾ അതിനെ അശുദ്ധമാക്കിയിട്ട് നിങ്ങളെയും ഛർദ്ദിച്ചു കളയാതിരിപ്പാൻ നിങ്ങൾ എൻ്റെ ചട്ടങ്ങളും വിധികളും പ്രമാണിക്കണം. ഈ മ്ലേച്ഛതകളിൽ യാതൊന്നും സ്വദേശിയാകട്ടെ നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശിയാകട്ടെ ചെയ്യരുത്. ആരെങ്കിലും ഈ സകല മ്ലേച്ഛതകളിലും ഏതെങ്കിലും ചെയ്താൽ അങ്ങനെ ചെയ്യുന്നവരെ അവരുടെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം. ആകയാൽ നിങ്ങൾക്ക് മുമ്പേ നടന്ന ഈ മ്ലേച്ഛ മര്യാദകളിൽ യാതൊന്നും ചെയ്യാതെ അവയാൽ അശുദ്ധരാകാതെയും ഇരിക്കാൻ നിങ്ങൾ എൻ്റെ പ്രമാണങ്ങളെ പ്രമാണിക്കണം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ ആകുന്നു. കേട്ടോ. എവിടെ ചെന്നാലും ആ ദേശത്തുള്ള യാതൊരു നടപടിക്രമങ്ങളിലൂടെയും നിങ്ങൾ സ്വയമായി അശുദ്ധമാകാതിരിക്കാനായിട്ട് നമ്മളതിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഇവിടെയൊരു ജീവിതത്തിൽ നമ്മളെവിടെയൊക്കെ ആയിരുന്നാലും അവിടെയൊക്കെയും നമ്മുടെ ജീവിതത്തിൻ്റെ വ്യവസ്ഥകളെ പ്രമാണങ്ങളെ അനുസരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത്, ദൈവിക വ്യവസ്ഥകളെ അനുസരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മളിൽ നിന്ന് ഒരിക്കലും വ്യതിചലിച്ചു പോകാൻ പാടില്ല. നമ്മൾ വീണ്ടും 19-ാം അധ്യായത്തിൽ പ്രവേശിക്കുകയാണ്. 19-ാം അധ്യായത്തിൽ ദൈനംദിന ജീവിതത്തിൽ പ്രമാണിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചുള്ള നിർദ്ദേശമാണ് അവിടെ കൊടുക്കുന്നത്. യഹോവ പിന്നെയും മോശയുടെ അരുളി ചെയ്ത് നീ ഇസ്രായേൽ മക്കളെ സർവ്വസഭയോടും പറയേണ്ടതെന്നാൽ നിങ്ങൾ ദൈവമായ യഹോവ എന്ന ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ വിശുദ്ധരായിരിപ്പീൻ. പല പ്രാവശ്യം ലേവ്യപുസ്തകം കാണുന്നതായ ഒരു പദമാണിത്. നിങ്ങൾ ദൈവമായ യഹോവ എന്ന ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. നിങ്ങൾ ഓരോരുത്തൻ താൻ്റെ അമ്മയെയും അപ്പനെയും ഭയപ്പെടണം. എൻ്റെ ശബത്തുകൾ പ്രമാണിക്കണം. അവർക്ക് പ്രമാണം കൊടുക്കുക. അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. ശബത്തുകളെ പ്രമാണിക്കുക. ദൈവമായ യഹോവയാകുന്നു. വിഗ്രഹങ്ങളുടെ അടുക്കിലേക്ക് തിരിയരുത്. ദേവന്മാരെ നിങ്ങൾക്ക് വാർത്തുണ്ടാക്കരുത്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. യഹോവയ്ക്ക് സമാധാനയാഗം അർപ്പിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് പ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം അർപ്പിക്കണം. നമ്മൾ യാഗം അർപ്പിക്കപ്പെടുന്ന നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. പ്രസാദം ലഭിക്കുന്ന തക്കവണ്ണമുള്ള യാഗാർപ്പണമായി തീരണം. അർപ്പിക്കുന്ന ദിവസവും പിറ്റന്നാളും അത് തിന്നാം. 3-ാം ദിവസം വരെ ശേഷിക്കുന്നത് തീയിലിട്ട് ചുട്ടുകളയണം. 3-ാം ദിവസം തിന്നു എന്ന് വരികിൽ അത് അറപ്പാകുന്നു, പ്രസാദമാകുകയില്ല. അത് തിന്നുന്നവൻ കുറ്റം വഹിക്കും.
യഹോവയ്ക്ക് വിശുദ്ധമായത് അവൻ അശുദ്ധമാക്കിയല്ലോ, അവനവൻ്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം. നിങ്ങളുടെ നിലത്തിലെ വിള നിങ്ങൾ കൊയ്യുമ്പോൾ വയലിൻ്റെ അരികെ തീർത്ത് കൊയ്യരുത്. നിങ്ങൾ കൊയ്ത്തിൽ കാലാ പറിക്കുകയുമരുത്. നിന്റെ മുതിരത്തോട്ടത്തെങ്കിൽ കാലാ പറിക്കരുത്. നിന്റെ മുതിരത്തോട്ടത്തിൽ വീണെടുക്കുന്ന പഴം പെറുക്കുകയുമരുത്. അവയെ ദരിദ്രനും പരദേശിക്കും വിട്ടയക്കണം. ഈ കൊയ്ത്തിൻ്റെ കാലാ പറിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളവർക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളുടെ ചെറുപ്രായത്തിൽ എൻ്റെ മാതാപിതാക്കൾ ചില നിലങ്ങൾ പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുകയും അതോടൊപ്പം തന്നെ മറ്റ് ഉള്ളവരുടെ നിലങ്ങളിൽ കൃഷി കാര്യങ്ങളിൽ പങ്കെടുത്ത് അത് കൊയ്യാനും മതിക്കാനൊക്കെ പോകുന്ന ഒരു ഓർമ്മ എൻ്റെ ജീവിതത്തിലുണ്ട്. അന്ന് ഞങ്ങളുടെ ചെറുപ്രായമാണ്. അപ്പോൾ ഈ കൊയ്ത്ത് കഴിയുമ്പോൾ കറ്റ ചുമന്ന് ഒരുപാട് ദൂരം ചുമന്ന് കൊണ്ടുവരണം. ഞങ്ങളും പോകുമ്പോൾ എൻ്റെ തലയിലൊക്കെ ഒരു കറ്റയോ 2 കറ്റയോ അന്നത്തെ എൻ്റെ പ്രാപ്തിക്ക് അനുസരിച്ചുള്ളതായ 1-2 കറ്റയൊക്കെ എടുത്ത് വെച്ച് തരും. അത് ചുമന്ന് ഒരുപാട് ദൂരം, ഈ കൃഷി സ്ഥലവും ഇതിൻ്റെ മെതിക്കുന്ന സ്ഥലവും തമ്മിൽ ഒരുപാട് ദൂരം ഉണ്ടായിരിക്കും. അവിടേക്ക് ഞങ്ങൾ ചുമന്നുകൊണ്ട് പോകും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ കൊയ്ത്ത് പാടത്ത് ചെല്ലുമ്പോഴേ ഒരു കൊമ്പ് മുറം പോലത്തെ മുറമൊക്കെ കൊണ്ടുവന്നുകൊണ്ട് ചില അമ്മച്ചിമാർ, പ്രായമായ അമ്മമാർ ചുല് കൊണ്ടുവന്നിട്ട് ഈ കൊയ്ത്തുകാർ കൊയ്ത് പോയതിൻ്റെ പുറകെ വന്ന് അവിടെ വീണതായ കതിരും അതുപോലെ ആ നിലത്ത് വീണതായ ആ നെല്ലുകളൊക്കെ അടിച്ച് വരുന്നത് കണ്ടിട്ടുണ്ട്. ഇവിടെ ദൈവവചനം പറയുന്നത് അങ്ങനെ പെറുക്കാൻ വരുന്നവർക്ക് വേണ്ടി നിങ്ങൾ ചിലത് ഒഴിവാക്കിയിടുക എന്നുള്ളതാണ്. അല്ല, അന്നത്തെ കൊയ്ത്തുകാരൊന്നും അത് ഒഴിവാക്കിയിട്ടില്ല. അറിയാതെ ഉതിർന്നു പോയതായ നെൽമണികളോ അല്ലെങ്കിൽ കതിരുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ അടിച്ചു വരെടുക്കുന്ന കാലഘട്ടമായിരുന്നു. അപ്പോൾ അത് ദൈവത്തിൻ്റെ ഒരു പ്രമാണമാണ്. അവരെയും കൂടെ കെയർ ചെയ്യുവാനുള്ളതായ, അവരെയും കൂടെ അവർക്കും കൂടെ വേണ്ടി കരുതുവാനുള്ളതായ ഒരു ഉത്തരവാദിത്വം കൊയ്ത്തിൻ്റെ പ്രമാണത്തിൽ പോലും നമ്മൾ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. അത് പഴങ്ങൾ പറിക്കുന്ന സമയത്താണ് അങ്ങനെ തന്നെ അല്ലേ, എല്ലാ നെല്ലിലും കാണാൻ കഴിയും. അടുത്തത്, മോഷ്ടിക്കരുത്, ചതിക്കരുത്, ഒരുത്തനോട് ഒരുത്തൻ ഭോഷ്ക് പറയരുത്. എൻ്റെ നാമത്തെ കൊണ്ട് കള്ളസത്യം ചെയ്ത് നിൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ അശുദ്ധമാക്കരുത്. ദൈവം പറഞ്ഞു, ദൈവാത്മാ പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങളും പലപ്പോഴും പറയുമ്പോൾ ഓർക്കണം, അത് ദൈവത്തിൻ്റെ നാമത്തെ പ്രതി അത് ദൈവനാമം വ്രതം എടുക്കാൻ ഇടവരരുത്. ദൈവത്തിൻ്റെ നാമത്തെ അശുദ്ധമാക്കരുത്. ഞാൻ യഹോവയാകുന്നു. കൂട്ടുകാരനെ പീഡിപ്പിക്കരുത്. അവൻ്റെ വസ്തു കവർച്ച ചെയ്യുകയും അരുത്. കൂലിക്കാരൻ്റെ കൂലി പിറ്റേന്ന് രാവിലെ വരെ നിൻ്റെ പക്കൽ ഇരിക്കരുത്. കണ്ടോ, ഒരു കൂലി കൊടുക്കുന്ന കാര്യത്തിൽ പോലും വളരെ വ്യക്തമായ പ്രമാണം. കൂലിക്കാരനുള്ള ബന്ധത്തിൽ പോലും വളരെ ഉണ്ട്. ചീടനെ ശപിക്കരുത്. കുരുടൻ്റെ മുമ്പിൽ ഇടർച്ച വയ്ക്കരുത്. എൻ്റെ ദൈവത്തെ ഭയപ്പെടണം. ഞാൻ യഹോവയാകുന്നു. ന്യായവിസ്താരത്തിൽ അന്യായം ചെയ്യരുത്. എളിയവൻ്റെ മുഖം നോക്കാതെയും വലിയവൻ്റെ മുഖം ആദരിക്കാതെയും എൻ്റെ കൂട്ടുകാരൻ നീതിയോടെ ന്യായം വിധിക്കണം. ഉണ്ടോ, മുഖപക്ഷം കൂടാതെയുള്ള ന്യായവിസ്താരം വേണമെന്ന് ദൈവം അന്ന് രേഖപ്പെടുത്തിയിരിക്കുക. ഇന്ന് സഭകളിൽ പോലും ഈ മുഖപക്ഷം കാണിക്കുന്നുള്ളതാണ് ഏറ്റവും പരിതാപകരമായ കാര്യം. തെറ്റാണെന്ന് പരിശുദ്ധമായി ഓർമ്മിപ്പിക്കുകയാണ്. ഇത് ജനത്തിൻ്റെ ഇടയിൽ ഏഷണി പറഞ്ഞ് നടക്കരുത്. കൂട്ടുകാരൻ്റെ മരണത്തിനായി നിഷ്കർഷിക്കരുത്. ഞാൻ യഹോവയാകുന്നു. സഹോദരൻ്റെ ഹൃദയത്തിൽ ദൂഷിക്കരുത്. കൂട്ടുകാരൻ്റെ പാവം നിൻ്റെ മേൽ വരാതിരിപ്പാൻ അവനെ താല്പര്യമായി ശാസിക്കണം. പ്രതികാരം ചെയ്യരുത്. നിൻ്റെ ജനത്തിൻ്റെ മക്കളോട് പക വയ്ക്കരുത്. കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഞാൻ യഹോവയാകുന്നു. നിങ്ങൾ എൻ്റെ ചട്ടങ്ങൾ പ്രമാണിക്കണം. 2 തരം മൃഗങ്ങളെ തമ്മിൽ ഇണ ചേർക്കരുത്. നിൻ്റെ വയലിൽ കൂട്ടുവിത്ത് വിതയ്ക്കരുത്. 2 വക സാധനങ്ങൾ നടന്ന വസ്ത്രം തയ്ക്കരുത്. ഒരു പുരുഷനും നിയമിച്ചോളം മുന്നെടുക്കപ്പെടുകയോ സ്വാതന്ത്ര്യം കിട്ടുകയോ ചെയ്യാത്തവളുമായ ഒരു ദാസിയോട് കൂടെ ഒരുത്തൻ ശയിച്ചാൽ അവനെ ശിക്ഷിക്കണം. എന്നാൽ അവൾ സ്വാതന്ത്ര്യമില്ലാത്തവളാകിയാൽ അവരെ കൊല്ലരുത്. അവൻ യഹോവയ്ക്ക് അകൃത്യയാഗത്തിനായി സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ ഒരു ആട്ടുകൊറ്റനെ കൊണ്ടുവരണം. അവൻ ചെയ്ത പാപത്തിനായി പുരോഹിതൻ അകൃത്യയാഗത്തിൻ്റെ ആട്ടുകൊറ്റനെ കൊണ്ട് അവന് വേണ്ടി യഹോവയുടെ സന്നിധിയിൽ പ്രായശ്ചിത്തം കഴിക്കണം. എന്നാൽ അവൻ ചെയ്ത പാപം അവനോട് ക്ഷമിക്കും. നിങ്ങൾ ദേശത്തെത്തി ഭക്ഷണത്തിന് ഉതകുന്ന സകല വൃക്ഷങ്ങളും നട്ട ശേഷം നിങ്ങൾക്ക് അവയുടെ ഫലം പരിശോധന കഴിയാത്ത പോലെ ആയിരിക്കണം. അത് 3 സംവത്സരത്തേക്ക് പരിശോധനയില്ലാത്ത പോലെ ഇരിക്കണം. അത് തിന്നരുത്. 4-ാം സംവത്സരത്തിൽ അതിൻ്റെ ഫലമെല്ലാം യഹോവയുടെ സ്തോത്രത്തിനായിട്ട് ശുദ്ധമായിരിക്കണം. 5-ാം സംവത്സരത്തിലോ നിങ്ങൾക്ക് അതിൻ്റെ ഫലം തിന്നാം.
അങ്ങനെ അതിൻ്റെ അനുഭവം നിങ്ങൾക്ക് വർദ്ധിച്ചു വരും. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. കണ്ടോ, ഒരു വൃക്ഷം വെച്ച് അതിൻ്റെ ഫലം അനുഭവിക്കുന്നതിന് പോലും യഹൂദന് വ്യക്തമായ പ്രമാണമുണ്ട്. രക്തത്തോടു കൂടിയുള്ളത് തിന്നരുത്, ആപചാരം ചെയ്യരുത്, മുഹൂർത്തം നോക്കരുത്, നിങ്ങളുടെ ഇടയിൽ തലമുടി ചുറ്റും വിളമ്പ് പഠിക്കരുത്. കാരണം ഇന്നത്തെ പുതിയ പുതിയ ഹെയർ സ്റ്റൈലുകളെല്ലാം കാണുമ്പോൾ കർത്താവിൻ്റെ പ്രമാണം എത്ര വർഷങ്ങൾക്ക് മുമ്പ് ഉള്ളതാന്ന് നോക്കി, അതെല്ലാം ദൈവാത്മാവ് മുൻകൂട്ടി കണ്ട് പറഞ്ഞിരിക്കുക അല്ലേ. ആപചാരം ചെയ്യരുത്, മുഹൂർത്തം നോക്കരുത്, നിങ്ങളെ തലമുടി ചുറ്റും വിളമ്പ് പഠിക്കരുത്, താടിയുടെ അറ്റം വിരൂപമാക്കരുത്, മരിച്ചവന് വേണ്ടി ശരീരത്തിൽ മുറിവുണ്ടാക്കരുത്, മെയ്മേൽ പച്ച കുത്തരുത്. ഇതൊക്കെ ദൈവവ്യവസ്ഥയ്ക്കെതിരുകളാണ്. ഞാൻ യഹോവയാകുന്നു. ദേശം വേശ്യാവൃത്തി ചെയ്ത് ദുഷ്കർമ്മം കൊണ്ട് നിറയാതിരിക്കണമെന്ന് നിന്റെ മകളെ വേശ്യാവൃത്തിക്ക് ഏൽപ്പിക്കരുത്. നിങ്ങളെൻ്റെ ശബത്തുകൾ പ്രമാണിക്കുകയും എൻ്റെ വിശുദ്ധ മന്ദിരത്തോട് ഭക്തിയുള്ളവരായിരിക്കുകയും വേണം. നിങ്ങളെൻ്റെ ശബത്തുകൾ പ്രമാണിക്കണം. എന്ത് ചെയ്യണം? എൻ്റെ വിശുദ്ധ മന്ദിരത്തോട് ഭയഭക്തിയുള്ളവരായിരിക്കണം. ആലയത്തിൽ കടന്നു ചെല്ലുമ്പോൾ നമുക്കൊരു ഭയഭക്തി ആവശ്യമാണ്. ആലയത്തിൽ മാത്രമല്ല, എപ്പോഴും നമ്മളായിരിക്കണം. നമ്മളാണ് ദൈവത്തിൻ്റെ ആലയങ്ങളെന്നാൽ നമ്മളെപ്പോഴും ഭക്തിയോടെ ജീവിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ യഹോവ ആകുന്നു. വെളിച്ചപ്പാടന്മാരുടെയും മന്ത്രവാദികളുടെയും അടുക്കൽ പോകരുത്. ഇന്ന് അങ്ങനെ ഇല്ലെന്നവരുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവരാൽ അശുദ്ധരായി തീരുവാൻ തക്കവണ്ണം അവരെ അന്വേഷിക്കുകയും അരുത്. നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. നരച്ചവൻ്റെ മുമ്പാകെ എഴുന്നേൽക്കുകയും, കണ്ടോ ഒരു ബഹുമാനം കണ്ടോ, നരച്ചവൻ്റെ മുമ്പാകെ എഴുന്നേൽക്കുകയും വൃദ്ധൻ്റെ മുഖം ബഹുമാനിക്കുകയും എൻ്റെ ദൈവത്തെ ഭയപ്പെടുകയും വേണം. അപ്പോൾ നരച്ച വ്യക്തിയെ പ്രായമായവരെ ബഹുമാനിക്കാനുള്ളതായ ഒരു വ്യവസ്ഥ പോലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞമ്മളല്ലോ ചെറിയ ചെറിയ കാര്യങ്ങൾ മുതൽ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ആയിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച്, സമൂഹത്തിൽ എങ്ങനെയായിരിക്കണം, ആലയത്തിൽ എങ്ങനെയായിരിക്കണം, ജീവിതത്തിൽ എങ്ങനെയായിരുന്നു, എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി നിർദ്ദേശം നൽകുകയാണ്. ഞാൻ പരദേശി നിന്നോട് കൂടെ നിങ്ങളുടെ ദേശത്ത് പാർത്താൽ അവനെ ഉപദ്രവിക്കരുത്. നിങ്ങളുടെ കൂടെ പാർക്കുന്ന പരദേശി നിങ്ങൾക്ക് സ്വദേശിയെ പോലെ ഇരിക്കണം. അവനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. നിങ്ങളും മിസ്രൈം ദേശത്തെ പരദേശികളായിരുന്നുവല്ലോ. നാം നന്മകൾ പ്രാപിക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് ചോദിച്ചാൽ, നമ്മൾ പണ്ട് എന്തായിരുന്നു നമ്മൾ മനസ്സിലാക്കുവാൻ നമുക്കിവിടെ. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ന്യായവിസ്താരത്തിലും അളവിലും തൂക്കത്തിലും നിങ്ങൾ അന്യായം ചെയ്യരുത്. ഉണ്ടോ? അളവും തൂക്കൊക്കെ സുഖം സൂക്ഷിച്ചിരിക്കണം. ഒത്ത തുലാസും ഒത്ത കട്ടിയും ഒത്ത പറയും ഒത്ത ഇടങ്ങഴിയും നിങ്ങൾക്കുണ്ടായിരിക്കണം. തൂക്കത്തിൽ വെട്ടിച്ച് ബിസിനസ് ചെയ്ത് ബിസിനസ്സുകാർക്കുള്ള സൂക്ഷിയുടെ കാര്യമാണ്. ഞാൻ നിങ്ങളെ മിസ്രൈം ദേശത്ത് പുറപ്പെടുവിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. നിങ്ങൾ എൻ്റെ എല്ലാ ചട്ടങ്ങളും സകല വിധികളും പ്രമാണിച്ച് അനുസരിക്കണം. ഞാൻ യഹോവയാകുന്നു. കണ്ടോ? നിങ്ങളെന്ത് ചെയ്യണം? എൻ്റെ എല്ലാ ചട്ടങ്ങളും സകല വിധികളും പ്രമാണിച്ച് അനുസരിക്കണം. പ്രിയപ്പെട്ടവരെ, നാം ഇതെല്ലാം വായിക്കുകയും പഠിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്യുവാനായിട്ട്, സൂക്ഷിപ്പാനായിട്ട്, ക്രമീകരണപ്പെടുത്താനായിട്ട് നമുക്ക് സമയങ്ങൾ ചിലവഴിക്കുന്നത് സഹായിക്കട്ടെ. നിങ്ങൾ എന്തായിരിക്കണം? നിങ്ങളുടെ ദൈവത്തിൻ്റെ എല്ലാ പ്രമാണങ്ങളും അനുസരിപ്പാൻ വിധിക്കപ്പെട്ടവരാണ്, ഉത്തരവാദിത്തമുള്ളവരെ മനസ്സിലാക്കി ഏതെങ്കിലും നിലകളിലൊക്കെ വീഴ്ചകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം മീറ്റ് പറയുവാൻ, ഉപേക്ഷിപ്പാൻ ക്രമീകരണം പ്രായപ്പനൊക്കെ വരണം. നമ്മൾ സമർപ്പിച്ച് നമുക്ക് ദൈവത്തോട് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞകാല ക്രിസ്തീയ അനുഭവങ്ങളെ പരിശോധിക്കാം. എവിടെയൊക്കെ വീഴ്ചകളോ താഴ്ചകളോ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ദൈവത്തോട് ഏറ്റു പറയാം. സ്വർഗീയ പിതാവേ, തന്ന സെക്ഷനായ സ്തോത്രം ചെയ്യുന്നു. സംസാരിപ്പാനിടയായി തീർന്നല്ലോ. ഞങ്ങൾ ഇതിനെ പൂർണ്ണമായി അനുസരിപ്പോൾ കൃപ നൽകണമേ. കഴിഞ്ഞ കാലങ്ങളിൽ അനുസരിച്ച് ജീവിപ്പാൻ തീരുമാനമെടുത്തവർ വ്യതിചലിച്ചു പോയിട്ടുണ്ടെങ്കിൽ മടങ്ങി വരുവാൻ നിങ്ങളെ സഹായിക്കുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുവരെയും അങ്ങേ ഭയപ്പെട്ട് ജീവിപ്പാൻ തീരുമാനമെടുക്കാത്തവരായിട്ട് ആരെങ്കിലും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നെങ്കിൽ അവരെയും നീ അനുഗ്രഹിക്കുകയും ആ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് നിന്നെ സേവിപ്പാൻ, നിന്നെ അനുഗമിപ്പാൻ, നിൻ്റെ സാക്ഷ്യം വഹിപ്പാൻ, നിന്നെ മനസ്സിൽ ആരാധിപ്പാൻ അവരെ സഹായിക്കുമ്പോഴാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുള്ളങ്ങളെ അനുഗ്രഹിച്ച് ചെറുവയ്ക്കായ സ്തോത്രം. ഈ പഠിതാക്കളെല്ലാം നീ അനുഗ്രഹിക്കുമ്പോഴാകണമേ. തുടർന്നും പാഠങ്ങൾ പഠിക്കൽ കൃപ നൽകണമേ. നിങ്ങളുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. യേശുവിൻ നാമം തന്നെ ആമേൻ. ക്ഷമയോടെ ഈ സന്ദേശങ്ങളെക്കുറിച്ച് നന്ദി പറയുന്നു. ഇത് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമ്പോഴാകട്ടെ. കർത്താവിൻ്റെ പേര് താമസിച്ചാൽ നമുക്ക് അടുത്ത സെക്ഷനിൽ വീണ്ടും കാണാം. അതുവരെയും കർത്താവ് തൻ്റെ വിസ്താരമുള്ള ചെറുകടി നമ്മൾ സൂക്ഷിക്കുന്ന പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കാം. സഹകരണത്തിന്, പ്രോത്സാഹനത്തിന് നന്ദി പറയുന്നു. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.